ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ന ലേഭേ ശരണം ക്വാപി ഹാ ദൈവേതി മുഹുർവദൻ കിയത് കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. ഇത് പറയുകയാണ്, ന ലേഭേ ശരണം ക്വാപി. ക്വാപി ഒരിടത്തും ന ലേഭേ ശരണം, ഒരു ശരണം കിട്ടിയില്ല. ആശ്രയിക്കാൻ ആരുമില്ലാതെ, ഒരു ശരണവുമില്ലാതെ അങ്ങനെ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അങ്ങനെ വീശിയടിച്ച് നടക്കുന്നു. ഹാ ദൈവേതി മുഹുർവദൻ. അപ്പോൾ മുഹുർവദൻ വീണ്ടും വീണ്ടും വായിൽ നിന്ന് വന്നത് ഹാ ദൈവേതി, എൻ്റെ ദൈവമേ എന്നുറക്കെ പറയാനുള്ള, ഭഗവാനെ ഉറക്കെ വിളിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക്, അവസ്ഥാന്തരത്തിലേക്ക് ആ തുന്തുകാരി എത്തിച്ചേർന്നു. കിയത് കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. കിയത് കാലേന ഗോകർണോ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗോകർണനും മൃതം ലോകാദബുദ്ധ്യത. മൃതം അതായത് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള തുന്തുകാരിയുടെ മരണം ലോകാദബുദ്ധ്യത. ഈ ലോകരൊക്കെ പറഞ്ഞ് അറിയുവാൻ തുടങ്ങി. അതായത് ഈ വേശ്യാസ്ത്രീകൾ ഇതെല്ലാം തങ്ങൾക്ക് വേണ്ടി തുന്തുകാരി മറ്റുള്ളവരിൽ നിന്നും സ്വായത്തമാക്കിക്കൊണ്ടുവന്ന പണവും സമ്പത്തും ആഭരണങ്ങളും എല്ലാമായി കടന്നു കളഞ്ഞു കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ലോകത്തിന് മനസ്സിലായി തുടങ്ങി, ഇത് തുന്തുകാരി മറ്റെങ്ങും പോയതല്ല, തുന്തുകാരി മരണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. തന്നെയുമല്ല, മുൻപേ പറഞ്ഞു മഹാപ്രേതമായിട്ട് മാറി. അപ്പോൾ ആരൊക്കെയോ എവിടെയൊക്കെയോ കണ്ടിരിക്കുന്നു എന്നും വേണമെങ്കിൽ കരുതാം. അതുകൊണ്ടാവാം മഹാപ്രേതമെന്ന് അവിടെ വ്യാസഭഗവാൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ പല ലക്ഷണങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു സത്യം, കുറേ കാലം കഴിഞ്ഞ് തീർത്ഥാടനത്തിന് പോയിരുന്ന ഗോകർണൻ ലോകരിൽ നിന്ന് തന്നെ ഈ സത്യം, തൻ്റെ സഹോദരൻ്റെ മരണം അറിയുവാനിട വന്നു. അപ്പോൾ ആരും ശരണമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ആ ഭഗവാനെയാണ്. ആരൊക്കെയോ ഉണ്ടെന്ന് കരുതുമ്പോൾ മാറ്റി നിർത്തുന്നതും ഭഗവാനെയാണ്. നോക്കൂ, ഇവിടെയാണ് ഭഗവാൻ ലീലയാടുന്നത്. കാരണം ആ മതിച്ചു നടന്നിരുന്ന തുന്തുകാരിയെ ഒടുവിൽ ഈശ്വരനാമം ഉരുവിടുന്നതിലേക്ക് വരെ ഒരു മാറ്റം വരുത്തി കൊണ്ടുവന്നുവെങ്കിൽ ഭഗവാനെ, ഇതും അവിടുത്തെ ലീലയൊന്നു മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വേശ്യ സ്ത്രീകളൊക്കെ ആയിട്ട് ഒരു സംഘം കൊണ്ടുവന്നത്. തന്നെയുമല്ല, തൻ്റെ ആ കുകർമ്മങ്ങളുടെയൊക്കെ ഫലമായി ഇങ്ങനെ ഒരു മഹാപ്രേതമായി അലയേണ്ടി വന്നപ്പോൾ തനിക്കു വേണ്ടി മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ പോലും ആരുമില്ലാതെ ഇരുന്ന ആ തുന്തുകാരിക്ക് മോചനം കിട്ടാതെ പ്രേതമായി അലഞ്ഞ തുന്തുകാരിക്ക് ഒടുവിൽ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അലഞ്ഞു. അപ്പോഴും ഒരൽപ്പം അന്നമോ ഒരിറ്റ് ജലമോ തരാൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിശന്നും ദാഹിച്ചും അതുപോലെ കനത്ത ചൂടിലും തണുപ്പിലുമൊക്കെ വീശിയടിച്ചും വല്ലാതെ തളർന്നപ്പോൾ ആ തളർച്ചയിൽ തിരിച്ചറിഞ്ഞു, ഇനിയും തന്നെ ഉയർത്തുവാൻ ഭഗവാന് മാത്രമേ കഴിയൂ. ഈ നടന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. ഇതിനെല്ലാം കാരണം തൻ്റെ കർമ്മ ദോഷമാണ് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഉറക്കെ വിളിച്ചു, ദൈവമേ ഭഗവാനെ എന്നുറക്കെ വിളിച്ചു. എപ്പോഴാണോ നമ്മൾ മതത്താൽ അങ്ങനെ അഹങ്കരിച്ച് വിലസുന്നത്, അപ്പോഴൊന്നും നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും ആ ഭഗവാൻ എന്നൊരു വാക്ക് വരില്ല. എപ്പോഴാണോ നമ്മൾ അടിപ്പെടുന്നത്, അപ്പോൾ ആദ്യം നമ്മുടെ വായിൽ വരുന്നതും പിന്നീട് എപ്പോഴും വരുന്നതും അതാണ് ഇവിടെ പറഞ്ഞത്. മുഹുർവദൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ഭഗവാനെ, എൻ്റെ ഭഗവാനെ എന്നുറക്കെ, എൻ്റെ ദൈവമേ എന്നുറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വിളി, ഈശ്വരനെ വിളിച്ചുകൊണ്ടിരുന്നത്, ആ വിളി എപ്പോഴും സജ്ജനങ്ങളുടെ കാതുകളിലും എത്തും. നമുക്ക് സജ്ജനങ്ങളായിട്ടുള്ളവർക്ക് എപ്പോഴും
സൽക്കർമ്മങ്ങളിലായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പോൾ ഈശ്വരനെ വിളിക്കുന്നത് ഒക്കെയും സജ്ജനങ്ങളുടെ അന്തരംഗത്തിലും അത് പ്രകാശം വീഴ്ത്തും. ഇവിടെ അങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ആ ജ്യേഷ്ഠൻ്റെ മരണം അങ്ങനെ ലോകരിൽ നിന്നും ഗോകർണൻ അറിയുവാൻ ഇടയായി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ന ലേഭേ ശരണം ക്വാപി ഹാ ദൈവേതി മുഹുർവദൻ കിയത് കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഹുർവദൻ, അവിടെ വാ കൂട്ടക്ഷരമാണ്, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അനാഥം തം വിദിത്വൈവ ഗയാ ശ്രാദ്ധമജീകരത് യസ്മിൻ തീർത്ഥേ തു സംയാതി തത്ര ശ്രാദ്ധമവർത്തയത്. അനാഥം തം വിദിത്വൈവ, അനാഥനെ പോലെ ഒരു അനാഥ പ്രേതം കണക്കെ തം, ആ തൊന്തുകാരി അങ്ങനെ നടക്കുന്നു, അങ്ങനെ അലയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വിദിത്വ ഏവ, അറിഞ്ഞിട്ട്, ഗയാശ്രാദ്ധമജീകരത്, ഇവിടെ തീർത്ഥാടനത്തിന് പോയിരുന്ന ഗോകർണൻ അവിടെ വെച്ചാണ് ഏകദേശം തൻ്റെ തീർത്ഥാടനമൊക്കെ പൂർത്തിയാക്കാറായപ്പോഴാണ് ഈ സഹോദരൻ്റെ വിയോഗ വാർത്ത, അല്ല ഇങ്ങനെയൊരു ദുർമരണ വാർത്ത അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഗയാശ്രാദ്ധമജീകരത്, ഗയാശ്രാദ്ധം അജീകരത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗയാശ്രാദ്ധം അജീകരത്. ഗയാശ്രാദ്ധം, ഗയയിൽ ശ്രാദ്ധം ചെയ്തു, അജീകരത് എന്ന് പറഞ്ഞാൽ ചെയ്തു. നമുക്ക് പൊതുവെ എല്ലാ പാപങ്ങളും ക്ഷയിക്കുന്നതിന്, നശിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നതാണ് ഗയയിൽ ശ്രാദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെ, കാരണം തൻ്റെ ഈ സഹോദരൻ്റെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളും അറിയുന്ന ഗോകർണൻ ഗയയിൽ തന്നെ തൻ്റെ ആ സഹോദരനായിട്ട് ശ്രാദ്ധം ചെയ്തു. യസ്മിൻ തീർത്ഥേ തു സംയാതി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ. കഴിഞ്ഞില്ല. യസ്മിൻ തീർത്ഥേ, ഏതേത് തീർത്ഥങ്ങളിൽ പ്രവേശിക്കുന്നുവോ, തു സംയാതി, എവിടെയെല്ലാം ഏതെല്ലാം തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നുവോ അവിടെയൊക്കെ തത്ര ശ്രാദ്ധം പ്രവർത്തയൻ, അവിടെയെല്ലാം തൻ്റെ സഹോദരനായിക്കൊണ്ട് ശ്രാദ്ധകർമ്മം ചെയ്തു. അത് ഗോകർണനിലെ ആ ഒരു സാത്വിക ഭാവത്തെയാണ് കാണിച്ചു തരുന്നത്. ഗോകർണന് നന്നായിട്ടറിയാം ഈ ധുന്ധുകാരി എത്രമാത്രം ദുഷ്ട സ്വഭാവമുള്ള വ്യക്തിയാണെന്ന്. പക്ഷെ എന്നിരുന്നാലും മരണശേഷം തന്നെയല്ല, ആ ജ്ഞാനി അറിഞ്ഞിരിക്കുന്നു ധുന്ധുകാരി ഒരു പ്രേതമായി അങ്ങനെ അലയുകയാണ്, അനാഥ പ്രേതമായിട്ട് അലയുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ ധുന്ധുകാരിക്ക് വേണ്ടി ഗയയിൽ ശ്രാദ്ധം ചെയ്തു. പിന്നെ എവിടെയെല്ലാം പോയോ, ഏതെല്ലാം തീർത്ഥസ്ഥാനങ്ങളിൽ പോയോ അവിടെയെല്ലാം തന്നെയും സഹോദരനായിക്കൊണ്ട് ശ്രാദ്ധം ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അനാഥം തം വിദിത്വൈവ ഗയാ ശ്രാദ്ധമജീകരത് യസ്മിൻ തീർത്ഥേ തു സംയാതി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗയാശ്രാദ്ധം അജീകരതാണ്. അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ യസ്മിൻ തീർത്ഥേ, അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പദം പിരിക്കണ്ട, ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് ശ്രാദ്ധമവർത്തയത്, ശ്രാദ്ധം അവർത്തയതാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. ഏവം ഭ്രമൻസ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രൗ ഗൃഹാങ്കണേ സ്വപ്തുമാഗതോ ലക്ഷിതഃ പരൈഹി. ഏവം ഭ്രമൻസ ഗോകർണഃ, ഏവം പ്രകാരം, സ ഭ്രമൻ സ ഗോകർണഃ, ഇത്രനാളും ഭ്രമൻ, അതായത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഓരോരോ തീർത്ഥസ്ഥാനങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന സഹ ഗോകർണഃ, അവൻ, ആ ഗോകർണൻ,
സ്വപുരം സമുപേയിവാൻ, സ്വപുരത്തിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ഗൃഹത്തിൽ, ആ ആത്മദേവൻ്റെ ഗൃഹമായ പിന്നീട് ധുന്ധുകാരി അനാശാസ്യങ്ങളേറെ ചെയ്ത ആ ഗൃഹത്തിൽ സമുപേയിവാൻ എത്തിച്ചേർന്നു. രാത്രൗ ഗൃഹാങ്കണേ സ്വപ്തുമാഗതോലക്ഷിത പരൈഹി, രാത്രിയിൽ ഗൃഹാങ്കണേ ആ ഗൃഹത്തിൻ്റെ മുറ്റത്ത്, സ്വപ്തുമാഗതോലക്ഷിത, സ്വപ്തും ആഗതഃ അലക്ഷിതഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്വപ്തുമാഗതോലക്ഷിതഃ. അങ്ങനെ അവിടെ സ്വപ്തും ഉറങ്ങാൻ കിടന്നപ്പോൾ ആഗതഃ അലക്ഷിതഃ, അവിടെ തൻ്റെ തന്നെ ആ ഗൃഹത്തിൽ വന്ന, അവിടെ ആ മുറ്റത്ത് കിടന്നുറങ്ങിയ ധുന്ധുകാരി ആഗതഃ അലക്ഷിതഃ അവിടെ എത്തിച്ചേർന്നു. ഇത്ര കാലവും പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാതെ എല്ലാ തീർത്ഥസ്ഥാനങ്ങളിലും അങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്ന ആ ഗോകർണൻ എന്തിനാണിപ്പോൾ ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഈശ്വര നിശ്ചയമെന്നേ പറയേണ്ടൂ. കാരണം അവിടെ എത്തിയിട്ട് ഗോകർണനാൽ എന്തൊക്കെയോ ചെയ്യാൻ ഭഗവാൻ സങ്കല്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ആ ഗോകർണനെ അവിടെ എത്തിച്ചു ഭഗവാൻ. ആ ധുന്ധുകാരി കഴിഞ്ഞ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ അത്ര ദൂരം യാത്ര ചെയ്തു വന്ന ഗോകർണൻ ക്ഷീണിതനായിട്ട് വളരെ എളുപ്പം ഉറങ്ങിപ്പോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രൗ ഗൃഹാങ്കണേ സ്വപ്തുമാഗതോ ലക്ഷിതഃ പരൈഹി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോകർണ അവിടെ വിസർഗമുണ്ട്, അതുപോലെ പരൈഹ് അവിടെയും വിസർഗമുണ്ട്. സ്വപ്തുമാഗതോ ലക്ഷിതഃ അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സ്വപ്തും ആഗതോ അലക്ഷിതഃ, അതുകൊണ്ട് വിശ്ലേഷണമുള്ളതുകൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 21-ാമത്തെ ശ്ലോകമാണ്. തത്ര സുപ്തം സ വിജ്ഞായ ധുന്ധുകാരി സ്വബാന്ധവം നിശീഥേ ദർശയാമാസ മഹാരൗദ്രതരം വപുഃ. തത്ര സുപ്തം സ വിജ്ഞായ, തത്ര അവിടെ, സുപ്തം ഉറങ്ങുന്നു, സഹ ആര്, ഇവിടെ ആ ഗോകർണൻ അവിടെ കിടന്നുറങ്ങുന്നുവെന്ന്, വിജ്ഞായ ധുന്ധുകാരി സ്വബാന്ധവം, വിജ്ഞായ അറിഞ്ഞിട്ട്, ആര്, ധുന്ധുകാരി മനസ്സിലാക്കി തൻ്റെ ഗൃഹത്തിൽ ഈ ഗോകർണൻ വന്നു കിടന്നുറങ്ങുന്നു. സ്വബാന്ധവം തൻ്റെ ബന്ധു വന്നു കിടന്ന്, തൻ്റെ ബന്ധുവായിട്ടുള്ള ഗോകർണൻ വന്നു കിടന്നുറങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിശീഥേ ദർശയാമാസ, നിശീഥേ ആ രാത്രിയിൽ, ആ അർദ്ധരാത്രിയിൽ, ദർശയാമാസ കാണിച്ചു കൊടുത്തു, മഹാരൗദ്രതരം വപുഃ അതിഭയങ്കരമായിട്ടുള്ള തൻ്റെ ഈ രൂപത്തെ ആ ഗോകർണനെ കാണിച്ചു കൊടുത്തു. ഗോകർണൻ അറിയാം ഇത് ധുന്ധുകാരിയാണ്, കാരണം ധുന്ധുകാരിയുടെ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഗോകർണൻ അറിയാം. ആദ്യമേ ലോകരൊക്കെ പറഞ്ഞ് ധുന്ധുകാരിയുടെ മരണം അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ധുന്ധുകാരി അവിടെ ഇല്ല. തന്നെയല്ല, ആ പരിസരത്തുള്ളവരൊക്കെ, ഈ അയൽവാസികൾക്കൊക്കെ ധുന്ധുകാരിയെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് അറിഞ്ഞിരിക്കുന്നു, അവിടെ ഗോകർണൻ അറിഞ്ഞിരിക്കുന്നു ഇവിടെ ധുന്ധുകാരിയോടൊപ്പം മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്നും അവരൊക്കെ വിട്ടിട്ട് പോയി എന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഗോകർണൻ ഉറപ്പിച്ചു, ഇവിടെ ധുന്ധുകാരി ഉണ്ട്, ഇവിടെ തന്നെയാണ് ധുന്ധുകാരിയുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിൽ ഒരു അർദ്ധരാത്രിയിൽ ഒരു ഘോരമായ രൂപത്തോടുകൂടി തൻ്റെ ബന്ധുവായ ഗോകർണൻ ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ധുന്ധുകാരി അവിടെ എത്തിച്ചേർന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്ര സുപ്തം സ വിജ്ഞായ ധുന്ധുകാരി സ്വബാന്ധവം നിശീഥേ ദർശയാമാസ മഹാരൗദ്രതരം വപുഃ. ഇവിടെ
നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പ്രേതങ്ങളൊക്കെ രാത്രിയിലാണ് അത്ര അവരുടെ സഞ്ചാരം അധികവും. ഇവിടെ എന്തുകൊണ്ട് രാത്രിയിൽ വന്നു? പകലുമൊക്കെ മുഴുവൻ സമയവും അങ്ങനെ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ധുന്ധുകാരി, അതുവരെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതിരുന്ന ധുന്ധുകാരി, ഇന്ന് ആ ഗൃഹത്തിൽ തൻ്റെ സഹോദരൻ വന്നു കിടന്നുറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ബന്ധുവിനെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നോക്കൂ, കാലം വരുത്തിയ മാറ്റം. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും കാലം സാക്ഷിയാണ്. ഇന്ന് ചെയ്യുന്ന ഓരോ അരുതായ്മകൾക്കും നാളെ പ്രായശ്ചിത്തം എന്നോണം അതിന് മറുകർമ്മവും നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ ഓടിയെത്തി ആ ഗോകർണനെ കാണുവാനായിട്ട്. കാലത്തിൻ്റെ വികൃതി, ഭഗവാന്റെ ലീല, ഭഗവാന്റെ സങ്കല്പം എന്നേ പറയേണ്ടു. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.